ഹലോ ഗായ്സ്, ഇന്ന് നമുക്കൊരു ചിക്കൻ മന്തി ഉണ്ടാക്കിയാലോ. ഇന്ന് രാവിലെ എണീറ്റപ്പോൾ എനിക്ക് മന്തി കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം, ഉച്ചക്കത്തെ ലഞ്ചിന്. അപ്പം നമുക്ക് ഇന്നൊരു തട്ടിക്കൂട്ട് ചിക്കൻ മന്തി ഉണ്ടാക്കാം. അപ്പോൾ കമോൺ ഗൈസ്. ചിക്കൻ മന്തി ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് 3 പീസ് ചിക്കൻ എടുക്കാം കേട്ടോ. തൈസും അതുപോലെ തന്നെ ലെഗിൻ്റെ പോർഷനും കൂടെ വരുന്ന 3 പീസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് ഒരു ഫുൾ ക്യാപ്സിക്കം അരിഞ്ഞതും അതുപോലെ തന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 2 മാഗി ക്യൂബും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് 2-3 സ്പൂൺ കുരുമുളക് പൊടി നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം. അതുകൂടാതെ നമ്മൾ അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യുന്നത് പട്ട, ഗ്രാമ്പൂ തുടങ്ങിയിട്ടുള്ള സ്പൈസസ്. എൻ്റെ കയ്യിലുള്ള സ്പൈസസ് മാത്രമാണ് ഞാൻ ഇടുന്നത്. എൻ്റെ കയ്യിൽ പട്ടയും അതുപോലെ തന്നെ ഈ കാണുന്ന ഗ്രാമ്പൂ ആണ് ഉണ്ടായിരുന്നത്, അതും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2-3 തക്കാളി, ചെറിയ തക്കാളി എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അപ്പോൾ ആ 2-3 തക്കാളി മിക്സിയിലിട്ട് അടിച്ചിട്ട് ഏകദേശം ഈ ഒരു ക്വാണ്ടിറ്റിയിൽ അരച്ച പേസ്റ്റ് ഞാൻ ഇടുന്നുണ്ട്. പിന്നെ ഈ കാണുന്നൊരു ചെറിയ പോർഷൻ ഓഫ് ലെമണും ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഉപ്പാണ്. ചിക്കൻ സ്റ്റോക്കിൻ്റെ അകത്ത് ഉപ്പുണ്ടാവും, അപ്പോൾ അതും കൂടെ ഒന്ന് മൈൻഡിൽ വെച്ചിട്ട് വേണം കേട്ടോ ഉപ്പ് ആഡ് ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ ഒരിത്തിരി സോയാ സോസും കൂടെ ഒഴിച്ചിട്ട് അതിൻ്റെ അകത്ത് നല്ലോണം സൺഫ്ലവർ ഓയിലും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് എല്ലാം കൂടി അങ്ങോട്ട് കുഴച്ച് മിക്സ് ചെയ്തെടുത്തിട്ട് കുക്കർ അങ്ങോട്ട് അടയ്ക്കാം. കുക്കർ അടച്ച് 2 വിസിൽ വരുന്ന ടൈം കൊണ്ട് നമുക്ക് പെരി പെരി അൽഫാമിനുള്ള സോസ് റെഡിയാക്കി എടുക്കാം. ഈ സോസിൻ്റെ അകത്ത് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അതിൻ്റെ അകത്തേക്ക് കുനുകുരാന്ന് അരിഞ്ഞ വെളുത്തുള്ളിയും ജിഞ്ചറും കൂടെ ആഡ് ചെയ്തതിന് ശേഷം 3 സ്പൂൺ സോയാ സോസും കുറച്ചധികം ഹണിയും കൂടെ ഒഴിച്ച് കഴിഞ്ഞ് സെറ്റാക്കി എടുത്തു കഴിഞ്ഞാൽ സോസ് റെഡിയായി. സോസ് റെഡിയായ ടൈം കൊണ്ട് നമ്മുടെ കുക്കറിലെ വിസിൽ വന്നത് ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഈ ചിക്കനിലേക്ക് നമുക്കിപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ സോസ് ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ലോണം തിരിച്ചു മറിച്ചു വിട്ട് ഈ സോസ് ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്ക് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ചിക്കൻ്റെ സ്റ്റോക്ക് വാട്ടർ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ സ്റ്റോക്ക് വാട്ടറിൻ്റെ അകത്തേക്ക് നമുക്ക് സെല്ല ബസ്മതി റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. 1 ഗ്ലാസ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ചിക്കൻ്റെ സ്റ്റോക്ക് വാട്ടറും കൂടെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ബാലൻസ് വന്നത് മാത്രമാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അരി നല്ലോണം വെന്ത് സെറ്റായി കഴിയുമ്പോഴേക്കും നമുക്ക് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിൻ്റെ മുകളിലേക്ക് നിരത്തി വെച്ചതിന് ശേഷം ഫോയിൽ പേപ്പർ വെച്ച് അടച്ച് ഇതൊന്ന് ദം ചെയ്തെടുക്കാം കേട്ടോ, ഒരു 10 മിനിറ്റ്. അതെല്ലാം കഴിഞ്ഞ് തുറന്നു കഴിയുമ്പോഴേക്കും നമ്മുടെ ചിക്കൻ മന്തി റെഡി. മയോണൈസ് ഉണ്ടാക്കാനായിട്ട് നേരം കിട്ടാത്തതുകൊണ്ട് കടയിൽ നിന്ന് മേടിച്ച മയോണൈസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നല്ലൊരു പിടി പിടിച്ചു. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു ഗൈസ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക.